ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നിരിക്കുന്ന വേക്കൻസികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻ്റ് ആണ്, ടെമ്പററി വേക്കൻസികളാണ്. അപ്പോൾ ചീഫ് സെക്യൂരിറ്റി ഓഫീസറിൽ ഒരു വേക്കൻസി, സീനിയർ മാനേജറിൽ ഒരു വേക്കൻസി, അസിസ്റ്റൻറ്റ് മാനേജറിൽ 2 വേക്കൻസി എന്നിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ ഏകദേശം 51,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഏജ് ലിമിറ്റ് വന്നിട്ട് CSOക്ക് മാക്സിമം 58 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് മാനേജർക്ക് പറഞ്ഞിരിക്കുന്നത് 45 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അഥവാ CSOക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇനി ഡിഗ്രിയാണ്. കൂടാതെ തന്നെ സർട്ടിഫിക്കേഷൻ ഇൻ ബേസിക് AVSEC കോഴ്സ് കണ്ടക്റ്റഡ് ബൈ BCS ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ BCSൽ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ മിനിമം ഒരു 15 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നൊരു കാറ്റഗറിയാണിത്. സീനിയർ മാനേജർ ARFF കാറ്റഗറിയിലോട്ട് വരുന്ന യോഗ്യത എന്താണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഫയർ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഗ്രാജുവേഷനാണ്. അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ തന്നെ ഡിപ്ലോമ കോഴ്സുകളും അലൗഡ് ആണ്. അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് സീനിയർ ഫയർ ഓഫീസർ കോഴ്സ് AAIയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ആയിട്ട് 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മേഖലയിൽ സീനിയോറിറ്റി ഉള്ളവർക്കായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. കൂടാതെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സും ഇതിൽ മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അസിസ്റ്റൻറ്റ് മാനേജർക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പ് ഇൻ IFAയിലാണ്, ഇന്ത്യ അല്ലെങ്കിൽ UK, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഗ്രാജുവേഷൻ വേണം. PTC ഫ്രം ICAO റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ഹാവിങ് എ വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫയർ എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ബേസിക് ട്രെയിനിങ് ഇൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിൽ ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കണം ഫ്രം എ ഗവൺമെൻറ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫയർ സർവീസ്, അറ്റ്ലീസ്റ്റ് 4 ഇയർ ഇൻ ജൂനിയർ മാനേജ്മെൻറ്റ് സൂപ്പർവൈസറി റോളിലെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ ഫീ ആവശ്യമായിട്ടില്ല. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. മറ്റുള്ളവരിലേക്കും വീഡിയോ ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ജൂലൈ 24 നോട്ടിഫിക്കേഷൻ വന്നതെങ്കിലും ആഗസ്റ്റ് 7 തീയതിയാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ഓൺലൈൻ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, www.kannoor.aero. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം.